السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഔന്നിത്യങ്ങളും മഹത്വങ്ങളും മേന്മകളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം ഖുസ്തുലാനി റളിയല്ലാഹു അൻഹു എഴുതുന്നു, വമിൻഹ അന്നഹു ഊതിയ ജവാമി അൽ കലിമി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജവാമി അൽ കലിം നൽകപ്പെട്ടു. അത് തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ജവാമി അൽ കലിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകി. എന്താണ് ഈ ജവാമി അൽ കലിം? ചുരുക്കി പറഞ്ഞാൽ ചുരുങ്ങിയ പദങ്ങളിൽ ബൃഹത്തായ വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് സംസാരിക്കുക. വലിയ ആശയങ്ങളെ പേറുന്ന ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ പ്രകാശനം ചെയ്യാൻ, ഉൾക്കൊള്ളിക്കാൻ, അவ்விധം സംസാരിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. അത് അല്ലാഹു അവിടത്തേക്ക് നൽകിയ ഒരു വലിയ മഹത്വമാണ്, മികവാണ്. ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമാ സംയുക്തമായി നിവേദനം ചെയ്ത ഹദീസിൽ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ കാണാം, ഫുളിൽതു അലൽ അംബിയാഇ ബിസിത്തി. മറ്റു അമ്പിയാക്കളെക്കാൾ 6 കാര്യങ്ങളെ കൊണ്ട് എനിക്ക് വലിയ ശ്രേഷ്ഠത നൽകപ്പെട്ടു, എന്നെ ശ്രേഷ്ഠനാക്കപ്പെട്ടു. അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങളിൽ ആ മഹത്വം ഉണ്ടല്ലോ. ഉഴ്തീതു ജവാമി അൽ കലിമി. അതിൽ ആദ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് ജവാമി അൽ കലിം നൽകപ്പെട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം ബുഇസ്തു ബി ജവാമി അൽ കലിമി എന്നാണ്. 6 കാര്യങ്ങളിൽ ബാക്കിയുള്ളത് വഴിയെ വിശദീകരിക്കാം. അപ്പൊ ജവാമി അൽ കലിം എന്താണ്? ഈ ജവാമി അൽ കലിം അൽ ഖലീലത്തുൽ അൽഫാദ് അൽ കസീറത്തുൽ മആനി. പദങ്ങൾ ചുരുങ്ങിയിരിക്കും, ചെറിയ പദങ്ങളായിരിക്കും, ആശയങ്ങൾ പെരുത്തതായിരിക്കും. വഹിയ ലഫ്ളത്തുൽ ജാമിഅത്തു ലിൽ മആനി. ഈ ജാമിഅത്ത് എന്നതിന്റെ ബഹുവചനാണ് ജവാമിഅ എന്നുള്ളത്. എന്താണ് ഈ ജാമിഅത്ത് എന്ന് പറഞ്ഞാൽ? വഹിയ ലഫ്ളത്തുൽ ജാമിഅത്തു ലിൽ മആനി. ഒരുപാട് മഅനകളെ ഉൾക്കൊള്ളിക്കുന്ന ലഫ്ള്, പദം. ലാ ഫുളൂല ഫിഹി. അതിൽ ഒരു വേസ്റ്റുമില്ല എന്ന് പറഞ്ഞാൽ അനാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന അനാവശ്യമല്ല, ആവശ്യത്തിൽ കവിഞ്ഞ സംസാരം. കവിഞ്ഞ സംസാരം അതിലില്ല. അതാണ് അവിടെ ഫുളൂലില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കും. ആവശ്യത്തിനപ്പുറം പോകുന്ന സംസാരം ഫളുലാണ്, അത് വേസ്റ്റാണ്, മിച്ചമുള്ളതാണ്, അത് ആവശ്യമില്ല. അപ്പൊ അതിന്റെ ബഹുവചനാണ് ജവാമിഅ്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അൽ ഖലീലത്തുൽ അൽഫാദ്, പദങ്ങൾ ചുരുങ്ങുക, ആശയങ്ങൾ പെരുക്കുക, അങ്ങനെയുള്ള സംസാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള പദങ്ങളെ കൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. ഇമാം ഖുസ്തുലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്താണ് വായിച്ചത്. സദൽ അനാമ മുഹമ്മദുൻ ഖൈറുൽ വറാ ബിഫളാഇല ജല്ലത് അനിൽ ഇഹ്സാഇ വജവാമിഉൽ കലിമില്ലതി മാ നാലഹാ അഹദും മിനൽ ഫുസഹാഇ വൽ ബുലഗാഇ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സൃഷ്ടികളെക്കാളും മേലെയായിരിക്കുന്നു, അവരുടെ സയ്യിദായിരിക്കുന്നു, നേതാവായിരിക്കുന്നു. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫളാഇല, പല മഹത്വങ്ങളെ കൊണ്ടും, ജല്ലത്ത് അനിൽ ഇഹ്സാഇ, അത് എത്രയാണെന്ന് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജവാമിഉൽ കലിം. അതിനെ സാഹിത്യ മേഖലയിൽ മുടിചൂടാമന്നന്മാരായ ഒരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അவ்விധമുള്ള ഒരു സിദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതാ ഇമാം സുർഖാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അൽ കലിമുൽ ജവാമിഉ ലി മആനിൻ കസീറത്തിൻ ബി അൽഫാദിൻ ഖലീലത്തിൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ തങ്ങൾ തന്നെ പറഞ്ഞ മറ്റൊരു പ്രയോഗം ഇങ്ങനെയാണ്, ഉഴ്തീതു ജവാമിഉൽ കലിമി വഖ്തുസിറ ലിയൽ കലാം ഇഖ്തിസാറൻ. എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടു, വഖ്തുസിറ ലി അൽ കലാം ഇഖ്തിസാറൻ, എനിക്ക് കലാമിനെ ഒരു ചുരുക്കപ്പെട്ടു.
ഐ യഅനി ഉഅ്തീതുൽ ബലാഗത വൽ ഫസാഹത والتوصل إلى غوامض المعاني وبدائع الحكم ومحاسن العبارات بلفظ موجز لطيف. അതായത് എനിക്ക് ബലാഗത്തും ഫസ്വാഹത്തും ഒക്കെ നൽകപ്പെട്ടു. വളരെ ഗവാമിളായ മആനികളിലേക്കുള്ള തവസ്സുല്, അതുപോലെ തന്നെ ബദിഅയായ ഹിക്മകൾ, അതുപോലെ തന്നെ നല്ല സുന്ദരമായ ഇബാറത്തുകൾ, അതിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുക മൂജസായ ലഫ്ള് കൊണ്ട്, ലത്തീഫായ ലഫ്ള് കൊണ്ട്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം നൽകപ്പെട്ടതാണ്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ വസായിലിൽ പറഞ്ഞു, ആ ജവാമിഉൽ കലിമ കൊണ്ടുള്ള ഉദ്ദേശ്യം ഖുർആനാണ് എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഹർവി റളിയല്ലാഹു അൻഹുക്ക് അങ്ങനെ പറഞ്ഞതാ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിക്കുന്നു, ബിൽ കലിമത്തിൽ ഖലീലത്തിൽ ഹുറൂഫി, പദങ്ങൾ ചുരുങ്ങിയ, ഹർഫുകൾ അക്ഷരങ്ങൾ ചുരുങ്ങിയ ചെറിയ പദങ്ങൾ, അൽ ജാമിഅത്ത് ലിൽ മആനിൽ കസീറത്തി, പെരുത്ത ഒത്തിരി ഒത്തിരി ആശയങ്ങളെ പേറുന്ന വാക്കുകൾ, ബിഹൈസു യഅ്ജുസുൽ ഹസ്റുൻ ഇസ്തിഖ്സാഇഹാ, അതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല, അസാധ്യമാകും. വഖീല ഹിയൽ ഖുർആൻ, അത് ഖുർആനാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന് ചില ഉദാഹരണങ്ങളൊക്കെ അവിടെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അഷ്റഫുൽ വസായിലിലും ഇമാം ഉൽ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു ജംഉൽ വസായിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളാണ്, ചെറിയ, അത് നോക്കിയാൽ മതി. ഉദാഹരണം പറഞ്ഞാൽ അൽ മർഉ മഅ മൻ അഹബ്ബ, തങ്ങളൊരു വാക്കാണ്, ഇപ്പം അതൊരു ഹദീസാണല്ലോ. ഇപ്പം അത് മനുഷ്യൻ അവൻ ആരെ സ്നേഹിച്ചോ അവനോടൊപ്പമാണ്. അത് ചെറിയ പദം, അതിൻ്റെ ആശയം എത്രയാണ്, അത് എത്ര വെച്ച് ഷറഹ് ചെയ്യാം? ഒന്നുമല്ലാത്ത നമുക്കത് എത്ര ഷറഹ് ചെയ്യാം? അസ്ലിം തസ്ലം, അസ്ലിം യുഅ്തികില്ലാഹു അജ്റക മറത്തൈനി, അസ്സഈദു മൻ വഅദ ബിഗൈരിഹി ലൈസൽ ഖബറു കൽ മുആയന, അൽ മജാലിസു ബിൽ അമാന, അൽ ഫഉലു മുവക്കലും ബിൽ മൻതിഖി, അയ്യു ദഇൻ അദ്വാ മിനൽ ബുഖ്ലി. ഇതൊക്കെ തങ്ങളുടെ ജവാമിഉൽ കലീമിന്റെ മിസാലുകളാണ്. ചെറിയ പദങ്ങളിൽ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. അത് ഖുർആനാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാമുകൾ വിശദീകരിച്ചു, അല്ല അത് ഖുർആനിലും ഹദീസിലൊക്കെ ആ വിധമുള്ള പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഖുർആനിൻ്റെതായ മേന്മയും മഹത്വവും മാറുണ്ടാകും. തങ്ങളെ പൊതു സംസാര രീതിയായി തന്നെ അത് മനസ്സിലാക്കാം. അതായത് ചെറിയ പദങ്ങളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും എന്നാണ് ആ പറഞ്ഞത്. അത് മറ്റു കിതാബുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ മഹത്വങ്ങൾ ഈ പറയുന്നതിൻ്റെ, കേൾക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ദുന്യവിയും ഉഖ്റവിയുമായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, ഇരുലോകത്തെ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.